നമസ്കാരം റോബിൻജി. കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഒരു വാർത്ത കണ്ടില്ലേ? അത് ആ വാർത്തയുടെ സ്വഭാവം വെച്ചിട്ട് നമുക്ക് ഒരേ സമയം അത് വിശ്വസിക്കാനും വയ്യ, എന്നാൽ ആ വാർത്തയുടെ കൂടെ നിഷേധമുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഫുട്ബോളിനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ കേരളത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സൗഭാഗ്യം പോലെ ഒരുപാട് കളിപ്രേമികളും കേരളത്തിലെ കളി ഭ്രാന്തന്മാരും എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടായി വന്നൊരു ക്ലബ്ബാണല്ലോ കേരള ബ്ലാസ്റ്റേഴ്സ് ഫുട്ബോളിന്റെ. അപ്പോൾ അത് സച്ചിനൊക്കെയാണ് മുൻകൈ എടുത്താണ് ISLന്റെ ഭാഗമായിട്ട്. അപ്പോൾ ISL സീസൺ 1 അത് വന്നത്. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ സമീപകാലത്ത് ഇപ്പോൾ കഴിഞ്ഞ 1-2 ദിവസമായിട്ട് നിരന്തരം വാർത്തകളാണ്. ഈ ക്ലബ്ബ് ഇപ്പോൾ അത് ഈ വലിയ വൻതോക്കുകളുടെ കയ്യിലാണുള്ളത്. ഈ ചിരഞ്ജീവിയും അല്ലു അർജുനും ഒക്കെയുള്ള മഹാതാരങ്ങളാണ് പ്രത്യേകിച്ച്. പക്ഷെ അത് അവരുടെയൊക്കെ ഒരു ഗന്ധം കേരളത്തിൻ്റെതല്ല, ഇന്ത്യയുടേതാണെന്ന് പറയാം. പക്ഷേ അവരത് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇല്ല, ഞങ്ങൾ വിൽക്കുന്നില്ല എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും ആ നിഷേധം വളരെ ദുർബലമായിട്ട് എനിക്ക് തോന്നുന്നു. സാങ്കേതികമായിട്ട് അവർക്ക് അത് ഡിക്ലെയർ ചെയ്യാൻ സമയമില്ലാഞ്ഞിട്ട് അകത്തെന്തൊക്കെയോ നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മാഷെ അകത്തെന്തോ പറയുന്നുണ്ട്. എന്തായാലും കാരണം എന്ന് വെച്ചാൽ ഒന്ന് ഞാൻ മനസ്സിലാക്കും, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഫുട്ബോൾ അസോസിയേഷന്റെ ചില ആളുകളുമായിട്ട് സംസാരിക്കാനേ നമുക്ക് കൊച്ചിക്കാരൻ. ഞാൻ 16 വർഷമായി കൊച്ചിയിലാണെങ്കിലും 8 വർഷം ഈ കലൂർ കൊച്ചിയിലെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിന്റെ ചുറ്റും 2 വശങ്ങളെ ഇരുധ്രുവങ്ങളിലായി മാറി മാറി താമസിച്ചിരുന്ന ഒരാളാണ്. കളിയുടെ രാവുകളിൽ ഈ മഞ്ഞപ്പടയുടെ പൂരം കണ്ട് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് മുകളിലെ ഫ്ലാറ്റിൽ നിന്ന് 12ാമത്തെ നിലയിൽ നിന്ന് എനിക്ക് നോക്കിയാൽ ടിക്കറ്റ് എടുക്കാതെ എനിക്ക് കളി കാണാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിന്റെ ഭാഗമായിരുന്നു. കോഴിക്കോട് നിന്നും മുക്കത്തു നിന്നും ഒക്കെ കളിക്കാൻ പോയിട്ട് പോകുന്നതുമാണ്. അതെ തീർച്ചയായിട്ടും. ബി പി മൊയ്തീന്റെ ഒക്കെ നാട്ടിൽ നിന്ന് വന്ന ആളുകളാണ് നമ്മളൊക്കെ. ഒരേ സമയത്ത് ഉണ്ടാവും നടത്താം. കളിയുണ്ട്, കാൽപ്പനികതയുണ്ട്, കളിയുണ്ട്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ഞാൻ അതിന്റെ ഒരു ആഘോഷ രാവിലൂടെ ഇങ്ങനെ മുങ്ങി നടന്നിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന്റെ ഒരു വൈകാരികത, കേരളത്തിന്റെ ഒരു ടോട്ടാലിറ്റി എനിക്ക് നന്നായി അറിയാം. മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കറിയാം. മാഷും അത്തരത്തിലുള്ള കൊണ്ടോട്ടിയിൽ നിന്ന് സെവൻസ് ഫുട്ബോളിന്റെ നാട്ടിൽ നിന്ന് മലപ്പുറത്ത് നിന്ന് വന്നിട്ടുള്ള ഒരാളാണ്. മലപ്പുറം അങ്ങനെ പറിച്ചു നടപ്പെടുന്ന ആവേശ രാവുകളാണ് നമ്മളൊക്കെ കാണുന്നത്, കാത്തിരിക്കുന്നതും. അപ്പോൾ ഈ ഒരു വാർത്തയുടെ വാസ്തവത്തെക്കുറിച്ച് ആശങ്കകൾ, നിഷേധമൊക്കെ ഉണ്ടായി. അതിന്റെ മുതലാളിമാർ, അതെടുത്തവർ അത് നിഷേധിച്ചു. നോ മോർ ടോക്സ് എന്നാണ് അവർ പറഞ്ഞത്. അങ്ങനെ ഒരു ആലോചന ഉണ്ടായിട്ടുള്ള വിൽപ്പനയെ കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കോർപ്പറേറ്റ്സുകളുടെ ഒരു സ്വഭാവമാണ്. സിഇഒമാരോട് ഫോർ ദ ടൈം ബീയിങ് നിഷേധിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടാവും. അവർ ഒറ്റവരി നിഷേധം കൊടുത്തു. നോ മോർ ടോക്സ്, തീർന്നല്ലോ. അത് മതി. പക്ഷെ മലയാളിക്ക് അത് മതിയാവില്ല സാർ. മലയാളിക്ക് അത് പോരാ. മലയാളിക്ക് ഇത് വലിയ ആശങ്കയാണ്. അവന്റെ ഉള്ളിൽ തീയാണ്. ഞങ്ങൾ മെസ്സിയെ കാത്തിരുന്ന് ആരൊക്കെയോ കഷ്ടപ്പെട്ട് മെസ്സിയെ കൊണ്ടുവരുന്നു. മെസ്സി വരാൻ വേണ്ടി ഇവർ കാത്തിരിക്കുകയാണ്, കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുക. പക്ഷെ ആ ഒരു സാഹചര്യം കൂടെ കൂട്ടി വായിക്കണം. ഇപ്പോൾ നവംബർ 12-നും 18-നും ഇടയിൽ മെസ്സി വരാൻ പോകുന്നു എന്നൊരു വാർത്ത വരുന്നു. മെസ്സി അത് ഏകദേശം അത് കൺഫേം ചെയ്തിട്ടുണ്ട്. മെസ്സിയുടെ ടീമിന്റെ ക്യാപ്റ്റൻ അല്ല, ടീം മാനേജർ വന്നിട്ട് നമ്മളെ പിച്ച് പരിശോധിച്ചു. മന്ത്രി ശ്രീ അബ്ദുൾ റഹ്മാന്റെ നേതൃത്വത്തിലാണ് അത് നടന്നത്. അദ്ദേഹം ഈ പിച്ചിന്റെ ബലത്തിലും അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ സംതൃപ്തനാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ് അതൊരു സൗഭാഗ്യമാണ് കേട്ടോ സാർ. തീർച്ചയായിട്ടും പറയണം. കളിയിൽ കമ്പമുള്ള ഒരു കളിക്കാരൻ, കളിയുടെ ആവേശം മുഴുവനും നെഞ്ചിലേറ്റു വാങ്ങിയ തിരൂർക്കാരൻ, മലപ്പുറത്തുകാരൻ, മന്ത്രി. അപ്പോൾ അബ്ദുറഹ്മാന്റെ താല്പര്യം എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ പത്രക്കാരെ സ്റ്റേഡിയം കാണാൻ പോകുന്ന മന്ത്രിമാരുണ്ട്. അവര് എന്തിനാന്ന് വെച്ചാൽ അവർ ന്യൂസ് മേക്കിംഗ് മാത്രമാണ്, പത്രക്കാരെ കൂട്ടി ഫോട്ടോക്ക് വേണ്ടി. അബ്ദുറഹ്മാന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഫുട്ബോളിനോടുള്ള അദ്ദേഹത്തിന്റെ കമ്പം അത് ഉള്ളിൽ നിന്നുള്ളതാണ്. ജെനുവിനായ കളിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കൊരു പ്രതീക്ഷ, ഇത് വിൽപ്പനക്ക് വെക്കുന്നു, നമ്മളെ ക്ലബ്ബ് തന്നെ ഇല്ലാതാവോ, മെസ്സി വരാതാവോ, ഇതിനൊക്കെയുള്ള ആശങ്കകൾ പലരും പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ടീമിന് മാഷെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മുടെ ടീമിന് എന്തിനാണ് അല്ലു അർജുനും ചിരഞ്ജീവി വെക്കുന്നത്? നമുക്ക് മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇല്ലേ? അവരെടുക്കണമെന്നേ അപ്പോഴേ നിൽക്കുള്ളൂ. സത്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് തെലുങ്കിന്റെ മണം നമുക്ക് തീർച്ചയായിട്ടും ഇന്ത്യയുടെ മണം വിഭാഗീയത പറയല്ലോ. അല്ല കളിയിൽ അതുണ്ട് സാർ. അത് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കേരളത്തിന്റെ കളിയാവേശം എന്തുകൊണ്ടാണ് ഇപ്പോൾ തെലുങ്ക് നാടിന് അവകാശപ്പെടാൻ പറ്റാത്തത്? എന്തുകൊണ്ട് കന്നഡക്ക് അവകാശപ്പെടാം? അവർക്ക് അവരുടെ മേന്മ വേറെ ഉണ്ടാവും. അതിന് കൊടുക്കേണ്ട മാർക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ ഫുട്ബോളിൽ നമ്മുടെ മേന്മ നമ്മുടേത് തന്നെയാണ്. ആ മേന്മ ഉള്ളത് തന്നെ. അത് ആരും കുറച്ച് കാണുന്നില്ല. അത് കച്ചവടം ചെയ്യാൻ എന്തിനാണ് ചിരഞ്ജീവി വരുന്നത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. അദ്ദേഹത്തോട് തന്നെ സൗമ്യമായി ചോദിക്കേണ്ടതാണ്. സാർ, അങ്ങേക്ക് എന്തെല്ലാം കച്ചവടം വേറെ ചെയ്യാം, ഇത് ഞങ്ങളുടെ മമ്മൂക്കായ ലാലേട്ടനൊക്കെ ഏൽപ്പിക്കും എന്ന് പറയാൻ നമുക്ക് അവരുടെ പിന്നിൽ അണിനിരക്കാൻ വ്യവസായികളായിട്ട് ബി പി മൊയ്തീനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനോട് പറയാം. അല്ല, നമ്മുടെ അവരൊക്കെ പറഞ്ഞാൽ ഈ ടീമിനെ ഏറ്റെടുക്കാൻ മലയാളികളായിട്ടുള്ള ധാരാളം വ്യവസായികൾ സന്നദ്ധരാണ്. വരട്ടെ, പക്ഷെ നിഷേധിച്ചിരിക്കുകയാണ്. അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ ടീമിലെ കളിക്കാരെ സംബന്ധിച്ചുള്ള ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. നല്ല ടീമിനെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല, നല്ല കളിക്കാരെ കൊണ്ടുവരാൻ കഴിയുന്നില്ല.
അവർക്ക് നല്ല കാശ് കൊടുക്കണം. അതെ അതെ തീർച്ചയായും. ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് ടീമിന്റെ അകം. അതെ അതെ അതെ, അതൊരു വലിയ പ്രശ്നമാണ്. ആഭ്യന്തര വൈരുദ്ധ്യങ്ങളുണ്ടല്ലോ, അത് തമ്മിലുള്ള ഇഷ്യൂ അല്ല. ടീമിന്റെ അംഗങ്ങൾ, ടീമിലെ കളിക്കാർ നല്ല കാശ് കൊടുത്ത് നല്ല കളിക്കാർ വരുന്നു, അവർ കളിക്കുന്നു, അവർ കപ്പ് കൊണ്ടുപോകുന്നു. ISL നമ്മൾ കാണുന്ന മറ്റു ടീമുകളൊക്കെ കളിക്കുന്നതല്ല, ലോകോത്തര കളിക്കാരോടൊപ്പമാണ് അവർ കളിക്കുന്നത്. അപ്പൊ അതിന്റെ ഈ കളിക്കാരും മോശക്കാരാണെന്നല്ല ഞാൻ പറഞ്ഞു. കമ്പാരിറ്റീവ്ലി ഇവരെക്കാളും മെച്ചപ്പെട്ടവരാണ് മറ്റുള്ളവർ. അതെ അല്ലെ? അപ്പൊ അതിന്റെ ഒരു അപര്യാപ്തത തീർച്ചയായിട്ടും ഉണ്ട്. ഈ മെസ്സി വരുന്ന ഒരു സാഹചര്യം ഇപ്പൊ നോക്കിയാല് ഈ സ്റ്റേഡിയത്തിന്റെ സുരക്ഷയെ സംബന്ധിച്ചുള്ള നിരവധി ആശങ്കകളുണ്ട്. ഉണ്ട്. ഉമാ തോമസ് വീണതിന് ശേഷം സങ്കടകരമായ ഒരു വാർത്ത തിരിച്ചു വന്നു എന്നുള്ളത് മഹാഭാഗ്യ അത്ഭുതമാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ അതിന്റെ അകത്തളങ്ങളിലൂടെ ധാരാളം 100 കണക്കിന് ദിവസം ഞാനിങ്ങനെ നടന്നിട്ടുള്ള ഓരോ മുക്കിലും മൂലയും അറിയുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ അതിന്റെ അത്രയും ഉയരത്തുന്ന ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ അത്രയും സംഭവിച്ചുള്ളൂ. പ്രധാനമായിട്ടും അന്ന് ആ സ്റ്റേജൊക്കെ വളരെ അലസമായിട്ടാണ് ഉണ്ടായത്. അതെ അതെ അതെ, അത് സ്റ്റേഡിയത്തിന്റെ ഒരു മൊത്തം കുഴപ്പമായിട്ട് പറഞ്ഞുകൂടാ. ആ ഇവന്റ് മാനേജ്മെന്റ് വളരെ മോശമല്ല, ഒരു മുൻകരുതലിന് കാരണമായത്. അതെ അതെ തീർച്ചയായിട്ടും. അത് ഇനിയെങ്കിലും എടുക്കുന്നത് നല്ലതാണ്. വലിയ മുൻകരുതലാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഇപ്പൊ വരാൻ പോകുന്നത്. പക്ഷേ ISL ഒക്കെ വരുമ്പോ തീർച്ചയായിട്ടും ആവശ്യമായ മെസ്സി വരുമ്പോ തീർച്ചയായിട്ടും അതിന്റെ ഒരുക്കം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും മെസ്സിയെ കൊച്ചിക്ക് തന്നെ താങ്ങാൻ പറ്റില്ല, പിന്നെ ഒരു സ്റ്റേഡിയത്തിന് എങ്ങനെ താങ്ങാൻ പറ്റും അതൊക്കെ ആലോചിക്കുമായിരിക്കും. ക്രൗഡ് മാനേജ്മെന്റിന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത പോലെ അതിനൊക്കെ നമുക്ക് ഒരുപാട് ആഗോള മാതൃകകളൊക്കെ ഉണ്ടല്ലോ. അതെ, മാത്രമല്ല അത് മുഴുവൻ പഠിച്ചിട്ട് തീരുമാനം എടുക്കുമായിരിക്കും. ഞാൻ അറിഞ്ഞത് ടാറ്റ കൺസൾട്ടൻസി ഏൽപ്പിച്ചിരിക്കുന്നു, ടാറ്റയുടെ ഒരു കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നു ഇതിന്റെ നവീകരണത്തിന് വേണ്ടി മതിലുകൾ കെട്ടാൻ ചുറ്റും. ആ ചുറ്റുമുള്ള ഭംഗിയാക്കാൻ മരങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനല്ല ഞാൻ പറയുന്നത്, അതിനെ വൃത്തിയാക്കാനും ഭംഗിയാക്കാനും അതിന് ലോകോത്തര നിലവാരമുള്ള ഒരു കളിക്കളമായിട്ട് മാറ്റാനും. അതിലൂടെ മെസ്സിയുടെ കളി കഴിയുമ്പോൾ, മെസ്സി ജർമ്മനിയായിട്ടാണ് കളിക്കുന്നത് അർജന്റീന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി മുന്നിട്ടിറങ്ങി അതിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ് പരിശോധനകൾ നടക്കുന്നത്. അത് എവിടെയുണ്ട്? കൊച്ചിയിൽ ഇപ്പോൾ തമ്പടിച്ചിരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ലോകോത്തര നിലവാരമുള്ള ക്ലബ്ബുകൾ ഇന്ത്യയിലേക്ക് വരും, കേരളത്തിലേക്ക് വരും. അവരുടെ ഒരു സ്ഥിരം വേദിയായിട്ട് ഇത് മാറും. നമുക്ക് ലോകോത്തര നിലവാരമുള്ള കളികൾ കാണാൻ പറ്റും. നമുക്ക് മാഞ്ചസ്റ്ററിന്റെ അല്ലെങ്കിൽ മറ്റ് വലിയ വലിയ പിന്നെ ടീമുകളിലൊക്കെ കളികൾ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് കാണാൻ പറ്റും, നേരിട്ട് കാണാൻ പറ്റും, മലപ്പുറത്തിന് കാണാൻ പറ്റും. തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമല്ലേ? നമ്മുടെ കുട്ടികൾക്ക് അവരോടൊപ്പം കളിക്കാൻ വരുന്നത് ഒരു നിമിത്തമാവുന്നേ ഉള്ളൂ. അതെ, ഒരു നിമിത്തമാവുന്നു. അത് പിന്നീട് നമ്മൾ ദീർഘകാലത്തേക്കുള്ള പദ്ധതികൾ വരാനും, അതെ, കൂടുതൽ കളികൾ കാണാനും, കൂടുതൽ വലിയ കളിക്കാർ വരാനും. കേരളം ഈ കളിയുടെ ഒരു പ്രതീക്ഷയാണ്, പണ്ട് മനസ്സുകൊണ്ട് പ്രതീക്ഷയാണ്. അത് ഭൗതികമായ സൗകര്യങ്ങളും കൂടി അങ്ങനെ വരുത്തേ. അതെ, സച്ചിൻ തുടങ്ങി വെച്ച ടീമാണിത്. അതെ, അത് ഈ ക്ലബ്ബ് എൻ്റെ ഒരു പ്രശ്നം അതാണ്. സച്ചിനാണ് തുടങ്ങി വെച്ചത്. തീർച്ചയായിട്ടും അത് തുടങ്ങാനൊരു പക്ഷെ ആരെങ്കിലും ഒന്ന് വേണം. പിന്നെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ അന്ന് ലേലം വിളിച്ച് വാങ്ങാനും ഒക്കെ തന്നെ ചില്ലറക്കാര് പോരല്ലോ. പക്ഷേ ഇപ്പോ ഇതിന്റെ ഒരു താല്പര്യവും കളിയോടുള്ള ആവേശവും കമ്പവും ഒക്കെ മുൻനിർത്തിയിട്ട് വേണമെങ്കിൽ കേരളത്തിന് തന്നെ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഇത് വാങ്ങാൻ ആളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ ആളുണ്ട്. പക്ഷെ അത് കിട്ടാനുള്ള സാങ്കേതികമായ വഴികൾ എന്താണ് എന്താണ് തടസ്സം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്, ആലോചിക്കേണ്ടത്. എന്നാലും പ്രതിസന്ധികൾക്കിടയിലും ഫുട്ബോളിന് വലിയൊരു കഴിവുണ്ട്. ഏത് പ്രതിസന്ധികളെയും മറികടക്കാനും. അത് ഒരുപക്ഷെ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഫുട്ബോൾ ആ ചിന്തയ്ക്ക് വഴിമരുന്ന് ഇട്ടുകൊണ്ട് ഒരു കാര്യമുണ്ടായി. മോഹൻ ബഗാനുമായിട്ട് ഒരു കളി നടന്നു, ബ്രിട്ടീഷുകാരായിട്ട് ഒരു കളി നടന്നു അവിടെ കൽക്കട്ടയിൽ വെച്ചിട്ട്. ആ കളിയില് ബൂട്ട്സ് ഇടാൻ നിവൃത്തിയില്ലാതെയാണ് ചോരയൊലിപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചത്. ദ ഇമ്മോർട്ടൽ 11 എന്നാണ് ചരിത്രം ആ ടീമിനെ പിന്നീട് രേഖപ്പെടുത്തിയത്. ആ കളി നമ്മൾ ജയിച്ചു. അതെ തീർച്ചയായിട്ടും. നമ്മൾ ഈ നഗ്നപാതരായിട്ട് കളിച്ചിട്ട് എവിടുന്ന കളികളെ വന്നെന്നറിയോ? ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നും ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നും വരെ ആളുകൾ കളി കാണാൻ വേണ്ടി ഒഴുകിയെത്തിയെന്നാ പറയുന്നത്. തീർച്ചയായിട്ടും അല്ലേ? ബംഗാൾ വിഭജനത്തിന് മുമ്പ്. അപ്പൊ അതാണ് ഫുട്ബോൾ ആദ്യം തോൽപ്പിച്ച് ഓടിച്ചത് കളിയിലാണ്. പിന്നെയാണ് സ്വാതന്ത്ര്യ സമര ചരിത്രം. അത് ഇൻസ്പിറേഷൻ ആയിരുന്നു ഇമ്മോർട്ടൽ 11. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഇമ്മോർട്ടൽ 11 അല്ലെങ്കിലും ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരു ടീമിനെ നമുക്കിവിടെ ഉണ്ട്, കേരള ബ്ലാസ്റ്റേഴ്സ്. അതിനെ ഒരു അങ്ങനെ നശിച്ചു പോകേണ്ട ഒന്നല്ല, അങ്ങനെ കാണാതെ പോകേണ്ട ഒന്നല്ല, അങ്ങനെ അവസാനിപ്പിക്കേണ്ടതല്ല. ആ കളി തുടരുക തന്നെയാണ് വേണ്ടത്. തീർച്ചയായിട്ടും. അപ്പോൾ അത് യുക്തമായ തീരുമാനമെടുത്തിട്ട് ആവശ്യമായ നടപടികളിലേക്ക് ബന്ധപ്പെട്ട് നമ്മൾ കരുതാം. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം കേരളം മറ്റെന്ത് കൈവിട്ടാലും, മാത്രമല്ല മറ്റു പല കളികളിലും അനാരോഗ്യകരമായ മത്സരം രാഷ്ട്രീയത്തിൽ ഉൾപ്പെടെ ഇവിടെ ഉണ്ടെങ്കിലും അതിനൊട്ട് കുറവില്ല, അതിൽ കുറവൊന്നുമില്ല. പക്ഷേ കളിക്കമ്പം രാഷ്ട്രീയ കമ്പത്തേക്കാൾ തലക്ക് പിടിച്ച, ഞാൻ പറഞ്ഞില്ലേ, അബ്ദുറഹ്മാനെ പോലുള്ള മന്ത്രിമാർക്ക് എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ കളിയിൽ പലപ്പോഴും അദ്ദേഹം തോറ്റുപോകാറ്.
ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അതെ, അതെ. പക്ഷേ ഈ ഫുട്ബോൾ കളിയിൽ അദ്ദേഹം ഇല്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല. ബേസിക്കലി അദ്ദേഹത്തിന് മാന്യമായി കച്ചവടം ചെയ്യാൻ അറിയാം, മാന്യമായി ഗംഭീരമായി കളിക്കാൻ അറിയാം. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും കൂടി ചേർത്താൽ മതി. എന്നാ കേരള ബ്ലാസ്റ്റേഴ്സ് രക്ഷപ്പെട്ടു. അദ്ദേഹം ഒന്ന് മുൻകൈ എടുത്താൽ നടക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. മെസ്സിയെ കൊണ്ടുവരുന്ന ഒരു ഭഗീരഥ പ്രയത്നം വിജയിപ്പിച്ച ഒരാൾക്ക് അത് സമ്മതിക്കപ്പെട്ടു. ചെറിയ കാര്യമല്ലല്ലോ. അദ്ദേഹം വലിയ സങ്കടപ്പെടുന്ന വലിയ ആശങ്കകൾ ഉണ്ടായിരുന്നു, മെസ്സി വരുമോ. എന്തായാലും വരട്ടെ. എനിക്ക് തോന്നുന്നു അബ്ദുറഹ്മാൻ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആരോ മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഒരു തമാശ പറയുന്ന കേട്ടു. ഈ മെസ്സി എങ്ങാനും വന്നില്ലെങ്കിൽ അബ്ദുറഹ്മാൻ മിനിസ്റ്റർ തെരഞ്ഞെടുപ്പ് തന്നെ മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തന്നെ മെസ്സി വരണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് ഒരു തമാശയാണെങ്കിൽ പോലും അബ്ദുറഹ്മാൻ മിനിസ്റ്ററിലുള്ള വിശ്വാസമാണത്. കളിക്കാരുടെ ഒരു വിശ്വാസമാണ്, ഈ ഗവൺമെന്റിലുള്ള വിശ്വാസം. തീർച്ചയായിട്ടും അത് നടപ്പാക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.